ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ഒത്തിരി റിവ്യൂസ് കണ്ടിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റാണ് ചട്നി മാമി. പക്ഷേ ഞങ്ങൾ ഇതുവരെ അവിടെ പോയിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം എൻ്റെ നാട് എരുമേലിയാണ്. അപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് ഞങ്ങൾ എരുമേലിക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്താണ് ഈ റെസ്റ്റോറൻറ്റ് വഴി വെച്ച് കണ്ട് ഒട്ടും പ്ലാൻ ചെയ്യാതെ ഞങ്ങൾ കയറിയതായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ട്രിവാൻഡ്രത്ത് നിന്ന് നമ്മൾ MC റോഡ് വഴി പോകുമ്പോൾ വെഞ്ഞാറമൂടാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ലൊക്കേഷൻ വരുന്നത്. കയറി ചെല്ലുമ്പോൾ തന്നെ അത്യാവശ്യം വലിയൊരു കാർ പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട്. അതുപോലെ കുറച്ച് വലിയൊരു കോമ്പൗണ്ടിലാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം ഔട്ട്ഡോർ സ്പേസും ഇൻഡോർ സ്പേസും ഒക്കെ ഉണ്ട്. ഡൈനിങ് ഏരിയ ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം വലിയൊരു ഡൈനിങ് സ്പേസ് തന്നെ ഇവർക്കുണ്ട്. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ആംബിയൻസും സറൗണ്ടിങ്സും ഒക്കെയാണ്. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം. എപ്പോഴും അവർ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് ഈ ഒരു സ്ഥലം കീപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. MC റോഡ് വഴി ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ഇവർക്ക് മെനുവിൽ ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല, പക്ഷേ ഉള്ള ഐറ്റംസൊക്കെ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ഒക്കെയാണ് സെർവ് ചെയ്യുന്നതെന്നാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. ഞങ്ങൾ ഓൾറെഡി വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടായിരുന്നു ഇറങ്ങിയത്. പക്ഷേ വരുന്ന വഴിക്ക് സിയക്കുട്ടി കുറച്ച് വൊമിറ്റ് ചെയ്തു. അപ്പോൾ അവൾക്ക് എന്തെങ്കിലും നല്ല ഫുഡ് വാങ്ങി കൊടുക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇവിടെ കയറിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 2 ഐറ്റംസ് മാത്രമേ ഓർഡർ ചെയ്തുള്ളൂ. ഒരു സ്പെഷ്യൽ ഗീ റോസ്റ്റും അതുപോലെ തന്നെ മിനി ഇഡ്ലീസ്, ഗീ പൊടി മിനി ഇഡ്ലീസുമാണ് വാങ്ങിച്ചത്. സിയക്കുട്ടി ഗീ റോസ്റ്റ്, അവളുടെ ഫേവറേറ്റ് ആണ് ഈ തൊപ്പി ദോശ, അവൾ അങ്ങനെയാണ് പറയുന്നത്. ഗീ റോസ്റ്റാണ് പറഞ്ഞത്. എനിക്കും സുമേജിനും വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ഗീ പൊടി ഇഡ്ലി സെറ്റ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ സിയയ്ക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് മിനി ഇഡ്ലീസ് ആയിരുന്നു. രണ്ടും നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചുക്ക് കാപ്പിയാണ് ഞാൻ പറഞ്ഞത്, നല്ലതായിരുന്നു. ചായയും നല്ലതായിരുന്നു. പിന്നെ ഞങ്ങളിത് കഴിച്ചു കഴിഞ്ഞപ്പോൾ വിചാരിച്ചു ഒരു ഐറ്റം കൂടെ ഓർഡർ ചെയ്താലോ എന്ന്. പക്ഷേ പിന്നെ ഓർത്തു അങ്ങനെ വലിയ വിശപ്പൊന്നും ഇല്ലാതെ എന്തിനാ വെറുതെ ഒരു ഐറ്റം കൂടെ വാങ്ങിച്ചിട്ട് കഷ്ടപ്പെട്ട് കഴിക്കുന്നത്, വേണ്ട, തൽക്കാലം ഇത് മതിയെന്ന് വിചാരിച്ചു. ഇവരുടെ പ്രൈസിനെ പറ്റി പറയുവാണെങ്കിൽ അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് ഇവർ സെർവ് ചെയ്യുന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞങ്ങൾ ഇത്രയും ഐറ്റംസ് വാങ്ങിച്ചപ്പോഴത്തേക്കിനും ടോട്ടൽ ഞങ്ങൾക്കൊരു 349 റുപ്പീസായിരുന്നു ആയത്. ഇപ്പം നമ്മൾ ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന സമയത്ത് നമുക്കൊന്ന് നല്ല ഫുഡ് കഴിക്കാനും അതുപോലെ കുറച്ച് നേരം ഒന്ന് ഇരിക്കണമെങ്കിലോ റെസ്റ്റ് ചെയ്യണമെങ്കിലോ ഒക്കെ പറ്റിയൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അതുപോലെ ഇവരുടെ കിച്ചൺ ആണെങ്കിലും നമുക്ക് ഡൈനിങ് സ്പേസിൽ നിന്ന് വിസിബിൾ ആയിട്ടുള്ളൊരു സ്ഥലത്താണ്. അപ്പോൾ എത്രത്തോളം നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഞങ്ങൾ ബില്ലൊക്കെ പേ ചെയ്ത് ഇറങ്ങുന്ന സമയത്ത് ചട്നി മാമിയുടെ PROനെ കണ്ടു. ഒരുപാട് വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ആളാണ്. അപ്പോൾ കണ്ടപ്പം ഭയങ്കര സന്തോഷമായി. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ എരുമേലിയിലോട്ടുള്ള യാത്ര തുടർന്നു. ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ. ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ.